അങ്ങനെ ആ ദിവസം വന്നെത്തി. അമ്മ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അമ്മയ്ക്ക് പോകാനുള്ള ബാഗൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞങ്ങളിപ്പോൾ കാറ് വരും. എല്ലാവരും വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവരും സങ്കടത്തിലാണ് അമ്മ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ. അങ്ങനെ 6 മാസത്തെ UK ജീവിതത്തിന് ശേഷം അമ്മ വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകളും ഇവിടെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ അമ്മ കണ്ടു. വരുമ്പം നല്ല കൊടിയ തണുപ്പായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല കാലാവസ്ഥയാണ്. അമ്മ പോകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ പൂക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ കൊടും ചൂടാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അമ്മ ഈ തണുപ്പിൽ നിന്ന് ആ ചൂടിലേക്കാണ് ചെന്നിറങ്ങുന്നത്. അമ്മ ഇവിടുന്ന് പോകുന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. റോസക്കുട്ടീനൊക്കെ പിരിയുന്നതിൽ മിനു, അമ്മയും റോസക്കുട്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്മേനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അമ്മ പോകാൻ റെഡിയായിട്ടുണ്ട്. അമ്മയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീൽ ചെയർ കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വീൽ ചെയർ അസിസ്റ്റൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും പ്രായമായവർക്കൊക്കെ വലിയ സഹായമാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് കൃത്യസ്ഥലത്ത് അവർ അവിടെ എത്തിക്കും. അല്ലെങ്കിൽ വലിയ എയർപോർട്ടിലൊക്കെ ഇത് അന്വേഷിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യസ്ഥലത്ത് എത്തിക്കും എന്നൊരു ഗുണം കൂടെയുണ്ട്. അങ്ങനെ അമ്മ വീൽ ചെയർ കയറി യാത്രയായി. റോസക്കുട്ടിയോടൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചാണ് യാത്ര.